ക്ലീഷയാണ് ബ്രോ, ഒന്ന് മാറ്റി പിടിക്കണം. ക്ലീഷയാണ് മുതലാളി, ഒന്ന് മാറ്റി പിടിക്കണമെന്ന് പറയാറ്. എടാ ആകെ ഇതിനകത്ത് മാത്രമാണ് പരിപാടി ഉള്ളത്. അപ്പൊ പിന്നെ കണ്ട സീനിനെ പിന്നെയും കാണേണ്ടി വരും. അത് കണ്ടവർ കണ്ടില്ലെന്ന് നമുക്ക് ചിരുന്നോളൂ. അല്ല ഈ ടൈറ്റിൽ ഷോട്ട് തന്നെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പരിപാടിയില്ലേ, അത് ക്ലീഷയാണെന്ന് പറയാറ്. എന്തായാലും പോയിന്റ് നോട്ടെ. നീ എന്തായാലും എൻട്രി നടത്തിയല്ലോ, ചോദിക്കാനുള്ള ചോദിച്ചിട്ട് പോ. അല്ല എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ജോമി എന്ത് സ്വപ്നം കണ്ടാണ് ഞെട്ടി എണീറ്റ്? എനിക്കിത് പറയാൻ താല്പര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞാണ്, എനിക്കത് ആരോടും പറയാൻ താല്പര്യമില്ല. ശരിയാണ്, ജോമിക്കിപ്പോ എൻ്റെ അടുത്ത് പറയാൻ പറ്റിയ സാഹചര്യം അല്ലല്ലോ അല്ലേ. ഇപ്പോ ജോമിക്ക് എന്റെ വിശ്വാസമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പണ്ടത്തെ എൻ്റെ തീരുമാനങ്ങളൊന്നും ജോമിക്ക് മറക്കാൻ കഴിയില്ലല്ലോ അല്ലേ. അതുകൊണ്ട് പറയണ്ട ജോമി, ജോമി പറയണ്ട. ശരി, പറയുന്നില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ജോമിയെ മെന്റലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്റെ ഹൃദയം വല്ലാണ്ട് കുതിക്കുക. അതിനുള്ള അവസരം ജോമി എനിക്ക് തരണം. അതുകൊണ്ട് പ്ലീസ് ജോമി, ഞാൻ അതങ്ങ് എടുക്കുക. കഷ്ടം ഇത്. എടാ ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഞാൻ കാണാൻ പാടില്ലാത്തൊരു സ്വപ്നം കണ്ടു. പക്ഷെ ഇതെനിക്ക് ആരോടും പറയാൻ താല്പര്യമില്ല, ഞാൻ പറയില്ല. ആയിക്കോട്ടെ, പറയണ്ട. ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു ഒറ്റ ക്വസ്റ്റ്യനും കൂടി ചോദിക്കും. ജോമി കണ്ട സ്വപ്നത്തിൽ മീനു ഉണ്ടായിരുന്നോ? അത് പിന്നെ എടാ നിനക്ക് അകത്ത് വേറെ പണിയൊന്നുമില്ല. എനിക്ക് വെളിയിൽ വേറെ പണിയുണ്ട്, ഞാൻ പോണു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്നൊരു തീരുമാനം ഉണ്ടാക്കി തരാം. നീ എന്ത് ആലോചിക്കും? അല്ല ഞാനേ ഈ കാഫറ്റേരിയനെ കുറിച്ച് ആലോചിക്കായിരുന്നു. ഇതിനെ കുറിച്ച് എന്തൊക്കെ എത്ര ആലോചിക്കും? ഈ കാഫറ്റേരിയൻ കൂടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഫ്രെയിമുകളൊക്കെ ഭയങ്കര ഡള്ളായി പോയാൽ. അതൊരു പരിധി വരെ ശരി. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഇത്ര ഇഷ്ടം. അല്ല അതുകൊണ്ട് ഹോസ്റ്റലിൽ കിട്ടുന്ന ചായ ബിസ്ക്കറ്റ് മേടിച്ചിട്ടല്ല, അത് മറ്റൊരു കാരണം. എനിക്കെന്തോ വല്ലാത്തൊരു അസ്വസ്ഥത പോലെ. അയ്യോ, ഈ ചായക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നു? ഞാനാണ് മുഴുവൻ കുടി ചേർക്കുകയും ചെയ്തു. ഒരു ചായയുടെ അസ്വസ്ഥതയല്ല. പിന്നെ നേരത്തെ നമ്മൾ വരുമ്പോ ജോമി നോക്കി നോട്ട് ശ്രദ്ധിച്ചായിരുന്നു നീ? പിന്നെ ഇവിടെ ജോമി എന്നെ നോക്കുന്ന നോട്ടം തന്നെ നോക്കാൻ എനിക്ക് തരില്ല. പിന്നില്ല നിന്നെ നോക്കി. ഒരു തമാശ വിട്, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതോ. വല്ലാത്തൊരു ദേഷ്യത്തോടുള്ള നോട്ടായിരുന്നു അത്. എപ്പോഴായിരുന്നത്? എനിക്ക് ഓർമ്മ പോലും ഇല്ലല്ലോ. എടി നമ്മൾ നേരത്തെ അത് കൂടെ നടന്നു പോയപ്പോ ഉറക്കത്തിൽ എത്തി ഇട്ടിട്ട് ജോമി ഒരു നോട്ടം നോക്കിയില്ലേ, ആ നോട്ടം. ഓ, അത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കമന്റ് പറഞ്ഞവൻ ഇഷ്ടപ്പെട്ട് കാണില്ല. അങ്ങനെ ഞാൻ കമന്റ് ഒന്നും അടിച്ചില്ലല്ലോ. ശരിയാണല്ലോ, ഞാനും കമന്റ് ഒന്നും അടിച്ചില്ലല്ലോ. പിന്നെ ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? എടി അതല്ലേ ഞാനും നിന്നോട് ചോദിക്കുന്നത്, എന്താ പ്രശ്നം എന്നുള്ളത്. അത് തന്നെയല്ലേ ഞാൻ ചോദിക്കുന്നത്. ഈ നേരത്താണ് ഓരോട് ഓരോന്ന് പറയാൻ തോന്നിയത്. എന്റെ പൊന്നു മീനും, നിന്നോട് ടെൻഷൻ അടിക്കണ്ട. ചിലപ്പോ ഇങ്ങനെ ആലോചിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ ഇൻ കേസ് നിനക്ക് അങ്ങനെ തുറിച്ച് നോക്കിയതായി തോന്നി തന്നെ ഇരിക്കട്ടെ. അത് വെറും തോന്നൽ മാത്രമായിരിക്കും. അവൻ ഉറങ്ങിയിട്ട് ഞെട്ടി എണീറ്റല്ലേ, അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിൽ നോക്കിയതായിരിക്കും അമ്മേ. അങ്ങനെയാണെങ്കിൽ എന്നെ മാത്രമല്ലല്ലോ, എല്ലാവരും ഒരുപോലെ നോക്കണ്ടേ? എന്റെ പൊന്നു മീനു, ഇതിപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ, നേരെ പോവുക, ചെവി ചോദിക്കുക, പോവാ. അയ്യോ വേണോ? എന്താ വേണ്ടാത്ത? അല്ല, ഒന്നാമത് തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക. ഓഹോ, അതിൻ്റെ നമ്മളിങ്ങനെ ഓരോന്ന് പോയി ചോദിച്ച് അത് അവന് പിന്നെ ഡൈജസ്റ്റ് ആവാതെയൊക്കെ വന്നു. പിന്നെ അത് വാക്ക് തർക്കമൊക്കെ ആയി. എന്തിനാ വെറുതെ ഓരോന്ന്? പിന്നെ എന്റെ സംസാരമായാലും എനിക്കൊരു വിഷയമില്ല. ഇനിയിപ്പോ മീനുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് പ്രശ്നമുണ്ട്. അതുകൊണ്ട് നീ ഇപ്പൊ ഒന്നും ചോദിക്കാൻ പോകണ്ട. നമുക്ക് എന്താ നടക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നോക്കാം. ചാടി കയറി വരുന്നതിന് മുമ്പ് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോന്ന് വല്ല നോക്കിയായിരുന്നു? ആരും കണ്ടില്ല, ഞാൻ നോക്കിയിട്ടാ വന്നു. ശരി, ഇങ്ങനെയാണ് ഇപ്പൊ എന്തൊക്കെയാ കാര്യങ്ങൾ? പറ. കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ പോയിക്കൊണ്ടിരിക്കണേ. പക്ഷെ എന്തായാലും ഉടനെ ജോമിയും ടോമിയും തമ്മിൽ ഒരു അട്ടിമുട്ടും. എന്റെ കർത്താവ് അല്ലെങ്കിൽ എന്റെ കൂടെ തന്നെയാടാ. എനിക്കിട്ട് പണി തരാൻ പോകുന്നവന്മാർക്ക് അങ്ങൊരു നല്ല മുട്ടം പണി വെച്ച് കൊടുക്കാറുണ്ട്. അതിന് ചിലപ്പോഴൊക്കെ എന്നെ സഹായിക്കാൻ ഒരാൾക്കാരെയും കൊണ്ടുവരും. അത്തരത്തിലൊരാളാണ് മോനെ നീ. നീ കാര്യം പറ, ഇപ്പൊ എന്താ കാര്യങ്ങളുടെ ഒക്കെ ഒരു പോക്ക്? മേഡം, കഴിഞ്ഞ ദിവസം ജോമിയുടെ സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റില്ലായിരുന്നു? ആ, ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് 2 കൊടുത്തിട്ട് ഇറങ്ങി വന്നു. അവൻ എന്ത് സ്വപ്നം കണ്ട് എണീറ്റെന്ന് മേഡത്തിന് അറിയും?
എന്ത് സ്വപ്നം? എന്തായാലും ജോമി കണ്ട സ്വപ്നത്തിൽ ടോമി മീനും ഉണ്ട്, അതെനിക്ക് ഉറപ്പാണ്. ശരിക്കും? പിന്നല്ലാതെ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? നിന്നോട് അവൻ വല്ലതും പറഞ്ഞായിരുന്നു സ്വപ്നത്തെ പറ്റി? ബെസ്റ്റ്. ജോമിയെ മേഡത്തിന് അറിയാലോ. ഇപ്പൊ ടോമിയോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അവൻ ഒരാളോട് ആ കാര്യം പറയാറില്ല. പിന്നെ ഈ സ്വപ്നത്തിന്റെ കാര്യം നമ്മളെടുത്ത് പറഞ്ഞേ. പക്ഷെ സംഭവം എനിക്ക് മനസ്സിലായി. നീ എങ്ങനെ മനസ്സിലാക്കി? ജോമി ഒന്ന് സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റ സമയത്ത് നമ്മളെല്ലാവരും അവൻ്റെ അടുത്ത് മാറി മാറി ചോദിച്ചു എന്താ സംഭവം എന്ന്. എന്നാൽ ഒന്നും ചോദിക്കാതെ അതീക്കടെ ഒരേ ഒരു ആൾ മാത്രമേ പോയിട്ടുള്ളൂ, മീനു. മീനുവിനെ കണ്ടതും ജോമിയുടെ മുഖം മാറിയില്ലേ. മീനുവിന് എന്തോ വശപ്പശ തോന്നിയിട്ടുണ്ട്. ജോമിയുടെ നോട്ടം കണ്ടപ്പോൾ അവളുടെ മുഖം മറന്ന് മേടം ശ്രദ്ധിച്ചായിരുന്നു. കൊള്ളാലോടാ നീ. ഇതിന്റെ ഇടയ്ക്ക് നീ ഇത്രയൊക്കെ കണ്ടുപിടിച്ചാ? ഇതൊക്കെയല്ലേ മേഡം എന്റെ ജോലി. ഏതായാലും ആ ജോമിയുടെ മനസ്സിൽ ഒരു സ്പാർക്ക് വീണ് കഴിഞ്ഞു. അതെല്ലാം കൂടെ പുകഞ്ഞ് ഒരു ദിവസം കത്തും. അപ്പോ നമ്മളാണ് ഇതിന്റെ ഫ്രണ്ടിൽ എന്നുള്ളത് അവന് മനസ്സിലാവാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. അത് ഞാൻ ഏറ്റു. ആ ടോമി പുറത്തു പോയിരിക്കല്ലേ? അവനെന്തോ ക്ലൈന്റ് മീറ്റിങ്ങിന് പോയേക്കുവാ. അവൻ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരട്ടെ. ഇവിടെ നടക്കുന്ന എന്തായാലും അവൻ അറിയും. ജോമിയോട് അവൻ അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്യും. ഇതിന് ശേഷമാണ് നമ്മൾ കളി കളിക്കാൻ പോകുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ട്. അതാ. ഒന്നുമില്ല, എന്തൊക്കെ വാങ്ങാൻ ചെറിയ ലൈറ്റ് ആയിട്ടാണ് വാങ്ങുന്നത്. ഹലോ. എവിടെയായിരുന്നു രാവിലെ? ഓഫീസിൽ കണ്ടില്ലല്ലോ. ഇന്ന് നല്ലൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നേ. അതെങ്ങനെ എഗ്രിമെന്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ഈ അടുത്ത കാലത്തൊന്നും പൊട്ടിപ്പോകൂല. ഹാപ്പി ന്യൂസ് ആണല്ലോ. അത് ഹാപ്പി ന്യൂസ് ആണ്. ഒരു സ്ഥാപനം ഇങ്ങനെ നടത്തുമ്പോൾ എപ്പോഴും പപ്സ് കഴിക്കണേ, ഡ്രിങ്ക്സ് കൂച്ചാൻ, ചായ കൂച്ചണം എന്ന് പറയുന്നത് മാത്രമല്ല ഈ ചെവി കേൾക്കാനുള്ളത്. ഇങ്ങനെയുള്ള സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കണം. ഒരു മുതലാളി എന്നുള്ള നിലയ്ക്ക് ഞാൻ ശ്രദ്ധിക്കണം, വളരെ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? എന്റെ ഹോസ്റ്റലിൽ ഫുഡ് മോർണിംഗ് ഭയങ്കര മോശമായിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് എടുത്തില്ല. ഇപ്പൊ പോയി മേടിക്കാൻ വിചാരിച്ചിറങ്ങിയതാ. വരെ ഈ ഹോസ്റ്റലിലെ ഫുഡൊക്കെ ഭയങ്കര മോശമാണല്ലേ. കുഴപ്പമില്ല. എന്തായാലും ഇങ്ങനെ ഒരു നല്ല കാര്യം നടന്നതല്ലേ. ഇന്ന് ഉച്ചയ്ക്ക് എന്റെ വക ട്രീറ്റ് ബിരിയാണി. അത്രയല്ല, ഞാൻ അത് ഉദ്ദേശിച്ചില്ല. എന്തായാലും വളരെ മികച്ചൊരു തീരുമാനമാണ് കേട്ടോ. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഇന്ന് ഓഫീസിലേക്ക് വരാൻ തോന്നുന്നു. അല്ലാതെ ഇവിടെ വന്നില്ലെങ്കിൽ പണിതെറിക്കുന്നുള്ള പേടിയുണ്ടല്ല. എന്തെങ്കിലും പറഞ്ഞ ഇതുപോലെ അങ്ങ് പറഞ്ഞ് ചിരിച്ച് ബാക്കിയുള്ളവരങ്ങ് വീഴ്ത്തിക്കൊണ്ട് കള്ളി. എന്താ ടോമി അങ്ങനെ ഒരു വർത്താനം? എങ്ങാനും മീന് തിരിച്ചു കാണിച്ച നീ അതിൽ വീഴടാ. ചിരിക്കുന്ന കാണുമ്പോ എനിക്കൊരു ചിരി വരുന്നു. ഇവളാണെങ്കിൽ തമാശയോ തമാശ.